കേട്ടോ BJP ജയിച്ചെന്നാണ് എൻ്റെ അറിവിൽ. 3 പാർട്ടിക്കാരിലും അപ്പം വി ജോയും അതുമല്ല BJP സ്ഥാനാർത്ഥിയായ മുരളീധരനും അവസാനം ഒന്നും അടിക്കാനാ. ഒരു പാർട്ടിക്കാരെ കൊണ്ട് നമുക്കൊരു സഹായവും ഇല്ല. നമുക്ക് അവരുടെ അവർ ഞങ്ങളെ പോലെ നോക്കുന്നത് പോലും ഇല്ല. ഇതിനെ തന്നെ എത്രയോ പേര് വന്നു. നമ്മളിവിടെ ഇങ്ങനെ കച്ചവടം കൊണ്ടിരിക്കുന്നതിന് അവർ നമ്മളെ ശ്രദ്ധിക്കത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇതുവരെ ഒരു ദിവസം 5 സെന്റ് വസ്തു പോയിട്ട് അവർ തരുന്നില്ല. ഞാൻ ശൈശവ ഇടും ചിലപ്പോൾ. എന്തുകൊണ്ട്? പക്ഷെ എനിക്ക് ഇതുവരെ വോട്ടർ ഐ ഡി ഇല്ല. വോട്ടർ ഐ ഡി ഇതുവരെ കിട്ടിയിട്ടില്ല. വോട്ടർ ഐ ഡി ഇല്ല. ഓക്കെ, ജോയിക്കാണ് സപ്പോർട്ട് ജയിക്കും. കാരണം മാടൂർ പ്രകാശൊക്കെ ജയിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ജോയി ആയിരിക്കും വിജയ സാധ്യത കൂടുതൽ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിക്കാൻ ചാൻസ് കൂടുതൽ. ജയം മുൻകൂട്ടി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം നല്ല സ്ഥാനാർത്ഥികളാണ് ഒരു 3 പേരും. ആരെങ്കിലും ഒരാൾ ജയിക്കൂ. ആറ്റിങ്ങൽ മണ്ഡലത്തില് മുരളീധരൻ, വി ജോയ്, അതുപോലെ അടൂർ പ്രകാശ്, ആര് ജയിക്കും? എന്തുകൊണ്ട് ജയിക്കും? ജോയിയാണ് പൊതുവെ പഞ്ചാറമൂട് ഒരു ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. അത് മാത്രമല്ല ജോയി പൊതുവെ നല്ല അഭിപ്രായമാണ്. ഈ ജോയി ആയിരിക്കും വിജയ സാധ്യത കൂടുതൽ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. സപ്പോർട്ട് ചെയ്യണ ആർക്കായിരിക്കും? വി ജോയിക്കാണ് സപ്പോർട്ട് ചെയ്യണം. ആര് ജയിക്കുമെന്ന് വെച്ചാൽ 3 പേരും നല്ല ഘട്ട സ്ഥാനാർത്ഥികളാണ്. നല്ല മത്സരമാണ്. ജയം മുൻകൂട്ടി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം നല്ല സ്ഥാനാർത്ഥികളാണ് ഒരു 3 പേരും. ആരെങ്കിലും ഒരാൾ ജയിക്കൂ. ഞാൻ CPI-കാരനാണ്. അപ്പൊ എനിക്കങ്ങനെ വേറെ മാറ്റി പറയാൻ പറ്റില്ല. ജോയിയാണ് ജയിക്കാൻ സാധ്യത എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇത് വെച്ച് നോക്കി പല ആൾക്കാർക്കും അഭിപ്രായം കുറവാണ് ഇലക്ഷനെ കുറിച്ച്. എന്താണ് അഭിപ്രായം? ഞാൻ ശൈശവ ഇടും ചിലപ്പോൾ. എന്തുകൊണ്ട്? പക്ഷെ എനിക്ക് ഇതുവരെ വോട്ടർ ഐ ഡി ഇല്ല. വോട്ടർ ഐ ഡി ഇതുവരെ കിട്ടിയിട്ടില്ല. വോട്ടർ ഐ ഡി ഇല്ല. ഓക്കെ, വോട്ടർ ഐ ഡി ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും ആർക്കായിരിക്കും സപ്പോർട്ട് ചെയ്യണത്? സപ്പോർട്ട് ചെയ്യണ ഞാൻ കമ്മ്യൂണിസ്റ്റ് ചോദിച്ച എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കമ്മ്യൂണിസ്റ്റ്. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഭരണം അങ്ങനത്തെ ഭരണമല്ലേ. അങ്ങനത്തെ മണ്ഡലത്തില് വി ജോയ്, അടൂർ പ്രകാശ്, മുരളീധരൻ. അപ്പൊ ഇവരാര് വിജയ സാധ്യത? സാർ, വിജയ സാധ്യതയെ കുറിച്ച് പറയണമെങ്കിൽ 3 സ്ഥാനാർത്ഥികളും തുല്യമായ മത്സരത്തിലാണ്. എന്ന വിജയ സാധ്യത മുൻകാലഘട്ടങ്ങളിൽ ഇവിടെ MP ആയിരുന്നു എന്ന നിലയിൽ അടൂർ പ്രകാശ് സാറിന് മുൻതൂക്കമുണ്ട്. പക്ഷേ നിർണായകമായി ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നത്. വികസനം എൻ്റെ കാഴ്ചപ്പാടിൽ വലിയ വികസനമൊന്നുമില്ലായിരുന്നു. ഒരു 2-3 മറ്റേ ലൈറ്റ് ഫിറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു വികസനമൊന്നും അല്ല. സാധാരണ ജനങ്ങൾക്ക് അവരെന്ത് ചെയ്തു എന്നതാണ് ചോദ്യം. അത് ഈ കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു. മുൻകാലഘട്ടങ്ങളിലും വളരെ കുറവായിരുന്നു. ഞാൻ ജോയിയാണ് ജയിക്കും. കാരണം മാടൂർ പ്രകാശൊക്കെ ജയിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നുമില്ല, കുറച്ച് ലൈറ്റ് മാത്രം കൊണ്ടുവച്ചതേ ഉള്ളൂ. അതിനെ കൊണ്ട് ജോയിയാണ് തീർച്ചയായിട്ടും ജയിക്കും. ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ചെന്നാലും കാര്യങ്ങൾ നടത്തും. ശരി. അപ്പൊ എന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ജോയി MLA ആണ് കാണുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി നമ്മളുമായിട്ട് ആ ഏരിയയിലൊക്കെ MLA ആയിരുന്നു. എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും എല്ലാ പ്രവർത്തനങ്ങൾക്കും പുള്ളി മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നേരിട്ട് പോയി കാര്യം പറയുകയും ഉചിതമായ കാര്യമാണെന്നുണ്ടെങ്കിൽ പുള്ളി അത് ഇടപെട്ട് കാര്യം നടത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അടൂർ പ്രകാശാണ് ഇവിടെ ജയിച്ചത്. അപ്പം ആരും എന്തെങ്കിലും വികസനം അതിനുവേണ്ടി നമ്മളോട് ഒരു വികസനം കുറച്ച് ഹൈമാർട്ട് സൈറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ ഇപ്പോൾ അതും ഈ അടുത്ത സമയത്ത് 1 മാസങ്ങൾക്ക് മുന്നിൽ കുറച്ച് ഹൈമാർട്ട് സൈറ്റ് വെച്ചതല്ല വേറെ ഒരു വികസനവും അവിടെ ഞങ്ങളുടെ ഏരിയയിൽ, അതായത് വർക്കല ഭാഗങ്ങളിൽ എത്തിയിട്ടില്ല. സ്ഥാനാർത്ഥികൾ ആര് ജയിക്കും ഈ പ്രാവശ്യം? ആറ്റിങ്ങലാണെങ്കിൽ ഇത്തവണ ജോയിക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. കാര്യം കഴിഞ്ഞ സമ്പത്തിരുന്ന സമയത്ത് ആറ്റിങ്ങൽ കോട്ടയായിരുന്നു CPM-ന്റെ. അത് അടൂർ പ്രകാശ് വന്ന് കൊണ്ടുപോയാണ്. പക്ഷേ ഇത്തവണ ജോയി വർക്കലയിലെ MLA ആയതിനു ശേഷം തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബേസ് ചെയ്ത് CPM-നാണ് ആറ്റിങ്ങൽ കൂടുതൽ ചാൻസ്. ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിക്കാൻ ചാൻസ് കൂടുതൽ. ജനസമ്മതിയുടെ ഒരു അടിസ്ഥാനത്തിലാണെങ്കിലും പൊതുവെ ഒരു വികസനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും UDF സ്ഥാനാർത്ഥിക്കാണ് ചാൻസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ജോയി ജയിക്കുമെന്നാണ് തോന്നുന്നത്. വി ജോയ്. എന്തുകൊണ്ട്? ഇപ്പോഴത്തെ MP മോശം പ്രകടനമാണ്. കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശാണ് വിജയിച്ചത്. അപ്പം പുള്ളി എന്തെങ്കിലും വികസനം ചേട്ടൻ്റെ കാഴ്ചപ്പാട്? ഹൈമാസ്റ്റ് ലൈറ്റ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. വേറെ മോശമായിരുന്നു പെർഫോമൻസ്. കഴിഞ്ഞ സാധ്യത കൂടുതൽ ഓപ്പോസിറ്റ് ജോയിക്കാണ് സാധ്യത. BJP-നെ തീരെ ഇല്ല. ജോയിക്കാണ് ചാൻസ് കൂടുതൽ. BJP തീരെ ഇല്ല ചാൻസ്.
കേട്ടോ BJP ജയിക്കുമെന്നാണ് എൻ്റെ അറിവിൽ. 3 പാർട്ടിക്കാരിലും അപ്പം വി ജോയും അതുപോലെ BJP സ്ഥാനാർത്ഥിയായ മുരളീധരനും അവസാനം എന്നെ അടിക്കാനാ അല്ലല്ല അടൂർ പ്രകാശ് ഇവരിൽ ആര് ജയിക്കുന്നതാണ് നമ്മുടെ അഭിപ്രായം? എനിക്ക് BJPയുടെ അങ്ങനെ പറയണത് കേട്ടത്. പാർട്ടികൾ തന്നെയാണ്. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഒരു പാർട്ടികളെ കൊണ്ട് നമുക്കൊരു ഉപകാരവുമില്ല. നമ്മളിവിടെ ഇല്ലെന്നുള്ള ഇവിടുത്തുകാരല്ലെന്നുള്ള ഒറ്റൊരു വില മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കയറി കിടക്കാൻ ഒരു 5 സെന്റ് വസ്തുവായിട്ട് വീടുമായിട്ട് ഒന്നുമില്ല. കുഴപ്പമില്ല. ജയിച്ചില്ലല്ലോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കും ഒരു സഹായവും ഇല്ല അവരെ കൊണ്ട്. ഒരു പാർട്ടിക്കാരെ കൊണ്ട് നമുക്കൊരു സഹായവും ഇല്ല. നമുക്ക് അവരിട്ട് അവർ ഞങ്ങളെ പോലെ നോക്കുന്നത് പോലും ഇല്ല. ഇതിലെ തന്നെ എത്രയോ പേര് വന്നു. നമ്മളിവിടെ ഇങ്ങനെ കച്ചവടം കൊണ്ടിരിക്കുന്നതിൽ അവർ നമ്മളെ ശ്രദ്ധിക്കത്തുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇതുവരെ 1 സെന്റ് 5 സെന്റ് വസ്തു പോയിട്ടുമായിട്ട് അവർ തരുന്നില്ല. നമ്മൾ എന്തിനാണ് ഈ വസ്തു ഇല്ലാത്തവർക്ക് നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാല് അങ്ങനെ നമ്മൾ ഇവിടുത്തുകാരല്ല. നമ്മൾ ഇവിടുത്തുകാരെ ഞങ്ങൾ അടൂക്കാരാണ്. അവിടുത്തുകാരാണ്. പക്ഷെ അവിടെ നമുക്ക് കിടക്കണ ഒന്നുമില്ല. നമ്മൾ ഇവിടെ വാടകയ്ക്കാണ് കിടക്കുന്നത്. എന്നിട്ട് പോലും നമുക്ക് ഒരു സഹായവും പാർട്ടിക്കാരുടെ ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നു. നമ്മൾ ഏതെങ്കിലും പാർട്ടി ജയിക്കും എന്നൊരു നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. അയ്യോ ജയിച്ചാലും നമുക്കൊരു വിഷയമില്ല, ജയിച്ചില്ലേലും നമുക്ക് വിഷയമില്ല. ജയം ജോയിക്കാണ് സാധ്യത കൂടുതലെന്നാണ് ഇവിടെ പൊതുവെ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശാണ് വിജയിച്ചത്. എന്തെങ്കിലും വികസനം കാഴ്ചപ്പാട് വികസനമൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ പറ്റി അറിയാം. മറ്റുള്ള വികസനത്തെ പറ്റി അറിയില്ല. ഇല്ല, ജോയിക്ക് തന്നെയാണ് മുൻഗണന. ഇപ്പോഴും സാഹചര്യം വെച്ച് നോക്കുമ്പോഴും ജോയി ജയിക്കും എന്നുള്ളത് തന്നെയാണ്. BJPക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ ഇവിടെ? BJPക്ക് ഇവിടെ ചാൻസ് ഇല്ല, ഒരു ചാൻസ്. നമ്മളിപ്പോൾ സ്ഥാനാർത്ഥിയിൽ താല്പര്യമായിട്ട് നിൽക്കുന്നത് മുരളീധരൻ നരേന്ദ്രമോദിയുടെ അതാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അന്ന് ഇന്നും വിശ്വസിക്കുന്നത് നമ്മൾ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെതാണ് തന്നെ. അപ്പോൾ അതേ നിലയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സഹായിക്കുന്നതും ഇപ്പോൾ കിസാൻ്റെ പദ്ധതിയുണ്ട്, അതെല്ലാം തരുന്നതും പെൻഷൻ തരുന്നതെല്ലാം അവരുടെ കയ്യിലാണ്. അഭിപ്രായത്തിൽ അടൂർ പ്രകാശ് ജയിക്കാനാണ് സാധ്യത. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസാണ് നമുക്ക് പ്രധാനമായിട്ട് വന്നത്. അപ്പോൾ പുള്ളി മണ്ഡലത്തിൽ സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പം BJPയിലാണെങ്കിൽ നമുക്കൊരു പ്രധാനമന്ത്രി സ്ഥാനത്ത് നരേന്ദ്രമോദിയുണ്ട്, കോൺഗ്രസിലാണെങ്കിൽ രാഹുൽ ഗാന്ധിയുണ്ട്. അപ്പോൾ CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും? എൻ്റെ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ BJPയുടെ നമുക്ക് പറയാമെന്ന് വെച്ചാൽ നമുക്ക് മോദി പറയാം, കോൺഗ്രസിനാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയാം. അപ്പം മറ്റേ നമ്മളെ CPMന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ആരെയും പറയാൻ പറ്റുമോ? അതിൽ ക്വാളിറ്റി ഉള്ള ഒരാളെ പറയാൻ പറ്റുമോ? അതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് ജയിച്ചാലും കേന്ദ്രത്തിൽ ആരെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അടൂർ പ്രകാശ് ജയിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് താല്പര്യം.